Hi everyone. Contemporary Indian Education Unit 3 Educational Demands of Individual and Diverse Communities നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓക്കെ, ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു ബേസിക് റിക്വയർമെന്റ് ഓഫ് സക്സസ് ഓഫ് ഡെമോക്രസി ആൻഡ് പ്രോഗ്രസ് ഓഫ് കൺട്രി. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ഡെമോക്രസിന്റെ സക്സസും അതുപോലെ തന്നെ നമ്മുടെ കൺട്രീന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. സെക്കൻഡ് ആയിട്ട് യൂണിവേഴ്സേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള എല്ലാ ചിൽഡ്രൻസിനും എന്താണ്? ഫ്രീ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കാസ്റ്റോ ക്രീഡോ സെക്സോ ഒന്നും നോക്കാണ്ട് എന്ത് ചെയ്യുക? ഫ്രീ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് കൊടുക്കുക എന്നുള്ളത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ ഇവർ കുറെ സ്റ്റെപ്സ് ടേക്കൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു യൂണിവേഴ്സേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ? ബട്ട് സ്റ്റിൽ ഫാർ ഫ്രം ദ ഹോപ്പ് ആൻഡ് നാഷണൽ ടാർഗറ്റ്. പക്ഷെ ഇപ്പോഴും എന്താണ്? അവരുടെ നാഷണൽ ടാർഗറ്റ് അവർക്ക് ഇപ്പോഴും ഫാർ ആണ്. ഇപ്പോഴും അവർക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സെക്കൻഡ് ആയിട്ട് എന്താണ്? യൂണിവേഴ്സേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ. എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു നാഷണൽ ഗോൾ ഇൻ ഇന്ത്യയാണ്. ഇതെന്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലുള്ള ഒരു നാഷണൽ ഗോൾ ആയിട്ടാണ് എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്? യൂണിവേഴ്സേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇവരൊക്കെ എന്താണ് ഈ ഒരു ഗോളിന് വേണ്ടിയിട്ട് എഫേർട്ട് നല്ലോണം എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷനിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആർട്ടിക്കിൾ 45 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 45 പ്രകാരം എന്താ പറഞ്ഞത്? The state shall endeavour to provide within a period of 10 years from the commencement of the constitution for free and compulsory education for all children until they complete the age of 14 years. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ പറഞ്ഞത് എന്തായിട്ട് 6 to 14 ഇയേഴ്സിലുള്ള എല്ലാ ചിൽഡ്രൻസിനും എന്ത് ചെയ്യുക? ഫ്രീ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക മീൻസ് 1 to 8 ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുക? ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള എല്ലാ കുട്ടികളും എന്താ ക്ലാസ്സിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? അവർക്ക് കൊടുക്കുക. അവരുടെ കാസ്റ്റോ സെക്സോ ക്രീഡോ ഒന്നും നോക്കാണ്ട്. പിന്നെ ആ സ്കൂളിന്റെ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക? കൂട്ടുക. അതിന് വേണ്ടിയിട്ട് എന്താ? ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക. അതുപോലെ തന്നെ ബുക്സ് യൂണിഫോം ഒക്കെ എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ട് കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് പറഞ്ഞത് ഈ യൂണിവേഴ്സേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷനിൽ 5 ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സേഷൻ ഓഫ് പ്രൊവിഷൻ, യൂണിവേഴ്സൽ എൻറോൾമെന്റ്, യൂണിവേഴ്സൽ റിട്ടൻഷൻ, യൂണിവേഴ്സൽ പാർട്ടിസിപ്പേഷൻ, യൂണിവേഴ്സൽ അച്ചീവ്മെന്റ്. ഇങ്ങനെ 5 ആസ്പെക്ട്സ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? യൂണിവേഴ്സൽ പ്രൊവിഷൻ. യൂണിവേഴ്സൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡ് ഓൾ ചിൽഡ്രൻ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 to 14 ഇയേഴ്സിലുള്ള എല്ലാ കുട്ടികൾക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക. ഫ്രീ ആയിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിൽ വേറൊരു പോയിന്റ് പറഞ്ഞത് എന്താ വെച്ചാൽ വിത്തിൻ it means the primary school should be set up within 1 kilometer from the habitation of child. ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലാവണം എന്ത്? 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാവണം എന്ത്? അവിടെ സ്കൂള് ഉണ്ടാവേണ്ടത്. ഇറ്റ് നീഡ് ടു പോപ്പ് ലാർജ് നമ്പർ ഓഫ് സ്കൂൾ ത്രൂ ഔട്ട് ദ കൺട്രി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രിയിൽ കുറെ സ്കൂൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് അവിടെ സ്കൂൾ വേണം. ഇതിൽ എന്താ പറഞ്ഞത്? 6 to 14 ഇയേഴ്സിലൊക്കെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടണം. അതാണ് എന്ത്? യൂണിവേഴ്സൽ പ്രൊവിഷൻ പറഞ്ഞത്. അടുത്ത സെക്കൻഡ് ആയിട്ട് എന്താണ്? യൂണിവേഴ്സൽ എൻറോൾമെന്റ്. ഈ യൂണിവേഴ്സൽ എൻറോൾമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായാൽ മാത്രം പോരാ. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1 കിലോമീറ്ററിൽ എന്ത് വേണം? സ്കൂൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥാപനം ഉണ്ടാവണം എന്ന് പറഞ്ഞു. യൂണിവേഴ്സൽ എൻറോൾമെന്റിൽ എന്താണ്? ആ കുട്ടികളൊക്കെ ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു കോർണറിൽ ഈച്ച് ആൻഡ് എവറി കൺട്രിയിലെ ഈച്ച് ആൻഡ് എവറി കോർണർ ഈച്ച് ആൻഡ് എവറി ഏരിയയിലുള്ള കുട്ടികൾ എന്താവണം? ആ സ്കൂൾ അവിടെ അടുത്തുള്ള സ്കൂളിൽ പോകണം അല്ലെങ്കിൽ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. 6 to 14 ഇയേഴ്സിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? അവിടെ പ്രൈമറി സ്കൂളിൽ അവർ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. The government has written all children from the age group 6 to primary all educate step being launched being children from every nook and corner of every nook and cornerലുള്ള കൺട്രിയിലുള്ള കുട്ടികളും ആ സ്കൂളിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ 6 to 14 ഇയേഴ്സിലെ ഏജിലുള്ള കുട്ടികൾ പോവുക. The new education policy 1986 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എല്ലാ ലെവൽ 14 വരെയുള്ള മീൻസ് ഏജ് 14 ഉള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തും. അപ്പൊ യൂണിവേഴ്സൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ അവിടെ വേണം, 1 കിലോമീറ്ററിൽ അപ്പുറത്ത് സ്കൂൾ ഉണ്ടാവും. യൂണിവേഴ്സൽ എൻറോൾമെന്റ് എന്താണ്? ആ കുട്ടികളൊക്കെ അവിടെ ജോയിൻ ചെയ്തു എന്നുള്ളത് നോക്കാം. അടുത്തെന്താണ്? യൂണിവേഴ്സലേഷൻ ഓഫ് റിട്ടൻഷൻ. യൂണിവേഴ്സലേഷൻ ഓഫ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു 6 to 14 ഇയേഴ്സിലുള്ള കുട്ടികൾ ജോയിൻ ചെയ്തു അല്ലെ?
ജോയിൻ ചെയ്താൽ മാത്രം പോരാ, അവിടെ എന്ത് വേണം, അവരുടെ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീഷൻ വരെ അവരവിടെ സ്കൂളിൽ നിന്ന് പോവാണ്ട് നിൽക്കണം. മനസ്സിലായോ? ദ സക്സസ് ഓഫ് ഇറ്റ്സ് ലൈറ്റ് ഇൻ റിട്ടൻഷൻ. എന്താണ് ഈ ഒരു യൂണിവേഴ്സേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷന്റെ സക്സസ് എന്ന് പറഞ്ഞത് എവിടെയുള്ളത്? യൂണിവേഴ്സൽ റിട്ടൻഷനിലാണ്. പറയാനുള്ള കാരണം എന്താ, കുട്ടികൾ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, അവിടെ എഡ്യൂക്കേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യും വേണം. ബട്ട് ഇഫ് ദ ചിൽഡ്രൻ ലീവ്സ് ദ എഡ്യൂക്കേഷൻ ബിഫോർ കംപ്ലീഷൻ, അവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ്, അവർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് അവർ സ്കൂൾ വിട്ട് പോയാൽ എന്താണ്, അവിടെ യൂണിവേഴ്സേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ നമുക്ക് ഒരിക്കലും സക്സസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? യൂണിവേഴ്സൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കംപ്ലീറ്റ് ചെയ്യണം, കുട്ടികളുടെ അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്, സ്കൂൾ സ്ഥാപിച്ചു, സെക്കൻഡ് ജോയിൻ ചെയ്തു, തേർഡ് അവരുടെ കംപ്ലീഷൻ. ഫോർത്ത് വൺ എന്താണ്, യൂണിവേഴ്സേഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കുട്ടികളൊക്കെ എന്താവണം, അവിടെ സ്കൂളിലുള്ള ക്ലാസ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അവർ എക്സാമുകൾ എഴുതുന്നുണ്ടോ, അവർക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ, പഠനം എന്ത് ചെയ്യുക, അവിടുത്തെ ഫെസിലിറ്റീസ്, സ്കൂളിലെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതാണ് യൂണിവേഴ്സൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞത്. അവിടുത്തെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ, എത്രത്തോളം അവരുടെ നീഡ്സ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യാം നോക്കുന്നതാണ് യൂണിവേഴ്സേഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ. യൂണിവേഴ്സേഷൻ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ കുട്ടികൾക്കും എന്താണ് ഈ എഡ്യൂക്കേഷൻ കൊണ്ട് അവർ എന്ത് അച്ചീവ്മെന്റ് ചെയ്തു, അവർ ഓരോരുത്തരും എന്താണ് എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യണം. ഇപ്പോ മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, ദ ഔട്ട്കം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, മിനിമം ലെവൽ ഓഫ് കമ്മിങ് ബോത്ത് നോർമൽ ആൻഡ് നോൺ അസിസ്റ്റഡ്. അപ്പൊ എന്താണ് അവിടുത്തെ കുട്ടികളുടെ സക്സസ് കംപ്ലീഷൻ അവർ അച്ചീവ് ചെയ്തോ, എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇത് സക്സസ് ആവണം അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഫസ്റ്റ് വൺ എന്താണ്, ഫസ്റ്റ് വൺ അവിടെ സ്കൂൾ ഉണ്ട്, 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് സ്കൂൾ വേണം. സെക്കൻഡ് വൺ എന്താണ്, കുട്ടികൾ അവിടെ ജോയിൻ ചെയ്യണം. തേർഡ് വൺ എന്താണ്, അവരുടെ കംപ്ലീഷൻ ആവണം. ഫോർത്ത് വൺ അവിടെ പഠനം ഉറപ്പുവരുത്തുക. അഞ്ചാമത്തെ എന്താണ്, അവരുടെ അച്ചീവ്മെന്റ്. മനസ്സിലായോ? ഈ 5 കാര്യങ്ങളും ആണ്, 5 ആസ്പെക്ട്സ് ആണ് എന്ത് പ്രൈമറി എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് എന്താണ്, പ്രോഗ്രാംസ് ടു അച്ചീവ് യൂണിവേഴ്സേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഈ യൂണിവേഴ്സേഷൻ ഓഫ് എഡ്യൂക്കേഷന് അച്ചീവ് ചെയ്യാനുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, every children in the age group 6 to 14 had right to free and compulsory education in neighborhood school. നൈബർഹുഡ് സ്കൂളിൽ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ വേണം. ടിൽ ദ കംപ്ലീഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് വേണം, ഇമ്പോർട്ടന്റ് ആണ്, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രൈവറ്റ് സ്കൂൾ വിൽ ഹാവ് ടു ടേക്ക് 25% ഓഫ് ദർ ക്ലാസ് ടൈം ഫ്രം ദ വീക്കർ സെക്ഷൻ. എന്ന് പറഞ്ഞാൽ 25% സീറ്റും എന്ത് ആവണം, വീക്കർ സെക്ഷനിലെ കുട്ടികൾക്ക് കൊടുക്കണം. ആൻഡ് ദ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ത്രൂ ദ റാൻഡം സെലക്ഷൻ പ്രോസസ്. ഗവൺമെന്റ് വിൽ ഫണ്ട് എഡ്യൂക്കേഷൻ ഓഫ് ദി ഗവൺമെന്റ് എന്ത് ഫുള്ളി ഫണ്ടഡ് ആയിരിക്കും ഈ സ്കൂൾ നടത്തി പോകാനും അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കാൻ. നോ സീറ്റ്സ് ഇൻ ദ കോട്ട ക്യാൻ ബി ലെഫ്റ്റ് വേക്കന്റ്. അവിടുത്തെ ഒരിക്കലും എന്താണ് ആ സ്കൂളിലുള്ള സീറ്റ് ഒരിക്കലും വേക്കന്റ് ആവാൻ പാടില്ല, എപ്പോഴും ഫിൽ ആയിരിക്കണം. പിന്നെന്താ പറയുക, നോ ഡൊണേഷൻ ആൻഡ് ക്യാപിറ്റേഷൻ ഫീസ് അലൗഡ്. ഒരു ഡൊണേഷനോ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഡൊണേഷനോ ക്യാപിറ്റേഷനോ ഒന്നും എന്താണ് അവിടെ അലൗഡ് അല്ല. പിന്നെ അവിടെ നോ അഡ്മിഷൻ ടെസ്റ്റ് ഓർ ഇന്റർവ്യൂ എയ്തർ ഫോർ ചിൽഡ്രൻ ചിലപ്പോൾ ചില CBSE സ്കൂൾ അല്ലെങ്കിൽ ചില പ്രൈവറ്റ് സ്കൂളിൽ എന്താണ് അവിടെ ഡൊണേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂസ്. ഒരു ഗവൺമെന്റ് സ്കൂളിൽ എന്താണ് അതൊന്നും പാടില്ല, ഡൊണേഷൻ പാടില്ല, അഡ്മിഷൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂ പാരന്റ്സിനോ ചിൽഡ്രനോ എന്താണ് പാടില്ല. നോ ചിൽഡ്രൻ ക്യാൻ ബി ഹെൽഡ് ബാക്ക് എക്സ്പെൽ പിന്നെന്താണ് അവർ ബോർഡ് എക്സാം പാസ് ആവുന്നുണ്ടോ, അവർ ബോർഡ് എക്സാം എഴുതുന്നുണ്ടോ. ദ കംപ്ലീഷൻ ഓഫ് എന്താണ് അവിടെ കുട്ടികൾ നിൽക്കണം, ബോർഡ് ടിൽ ദ കംപ്ലീഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ഇതാവണം. ദ ഫിക്സഡ് സ്റ്റുഡന്റ് റേഷ്യോ ഇസ് മെയിൻറ്റെയിൻ. ഒരു ഫിക്സഡ് സ്റ്റുഡന്റും ടീച്ചർ റേഷ്യോ എന്തായിരിക്കണം, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് എന്ത് യൂണിവേഴ്സേഷൻ ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് പ്രോഗ്രാംസ്. പിന്നെ ഇതിൽ പറയുന്നത് കുറച്ച് 3 പ്രോഗ്രാംസിനെ കുറിച്ചാണ്. ഒന്ന് സർവശിക്ഷ അഭിയാൻ SSA. സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആക്കുക, ഫ്രീ ആയിട്ട് അവർക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക. അതാണ് എന്ത് സർവശിക്ഷ അഭിയാനിൽ പറയുന്നത്. സർക്കാർ നടത്തുന്ന എല്ലാ പ്രധാന അധ്യാപകരും ഇത് 2001 ആരംഭിച്ചത്. 2001 ഈ ഒരു പ്രോഗ്രാം SSA എന്താണ് പ്രോഗ്രാം ഉണ്ടാക്കിയത്. എല്ലാ കുട്ടികൾക്കും എന്താണ് സൗജന്യമായിട്ട് എഡ്യൂക്കേഷൻ 1 to 8 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കുക. വിദ്യാഭ്യാസം അവരുടെ അതുപോലെ സെക്സോ അല്ലെങ്കിൽ കാസ്റ്റോ അതിലൊന്നും ഒരു വ്യത്യാസം കാണിക്കാണ്ട് കൊടുക്കുക.
പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സ്കൂളിലുള്ള ഫെസിലിറ്റീസ്, ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ മെച്ചപ്പെടുത്തണം. പിന്നെ കുട്ടികൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ, അവര് ഇതാക്കിയിട്ടുണ്ടോ, ക്ലാസ് പോകുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. പിന്നെ ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുക. അപ്പം സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷനിലുള്ള 6 to 14, 1 to 8 ക്ലാസ് കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നതും ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് SSA അല്ലെങ്കിൽ സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞത്. ഇതിൽ അവര് പ്രധാനമായിട്ട് അവരെ ഘടകം എന്ന് പറഞ്ഞാൽ ബുക്സ്, യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. പിന്നെ ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക. പിന്നെ പിന്നോക്കമുള്ള കുട്ടികൾ, ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് അവർ കൊണ്ടുവരും. ഇതാണ് സർവശിക്ഷ അഭിയാനിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ സെക്കൻഡ് വൺ എന്താണ്? പിന്നെ ഇതിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, എയിംസ് ഉണ്ട്. എയിംസ് ടു SSA. SSAന്റെ എയിംസ് എന്ന് പറഞ്ഞത് എന്താണ്? ടു പ്രൊവൈഡ് യൂസ്ഫുൾ ആൻഡ് എലമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ 6 to 14. നമ്മൾ നേരത്തെ എല്ലാത്തിലും സെയിം പോയിന്റ്സ് തന്നെയാണ് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോ SSAന്റെ എയിംസ് ഒന്നുമില്ല, 6 to 14 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാം. ടു ബ്രേക്ക് സോഷ്യൽ ആൻഡ് റിലീജിയൻ ആൻഡ് ജെൻഡർ ഗ്യാപ്സ് വിത്ത് സോഷ്യലും റിലീജിയനും ജെൻഡർ ഗ്യാപ്പ് ഒക്കെ അവര് അതൊക്കെ മാറ്റി വെച്ച് സ്കൂൾ മാനേജ് ചെയ്യാം. ടു അലൗ ചിൽഡ്രൻ ടു ലേൺ അബൌട്ട് ദർ മാസ്റ്റർ ദർ നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദർ പൊട്ടൻഷ്യൽ ബോത്ത് സ്പിരിച്വൽ മെറ്റീരിയലി. സ്പിരിച്വൽ ആയിട്ടും മെറ്റീരിയൽ ആയിട്ടുള്ള അവരുടെ ഇത് ഡെവലപ്പ് ചെയ്യുക, അവരുടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, അവരുടെ നോളജ് ഡെവലപ്പ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ. വാല്യൂ ബേസ്ഡ് ലേണിംഗ് കൊടുക്കുക. ദിസ് അലൗ ചിൽഡ്രൻ ടു വർക്ക് ഫോർ ഈച്ച് അതർ വെൽ ബീങ് റാദർ ദാൻ ടു പെർമിറ്റ് ഫോർ അവർക്ക് വാല്യൂ ബേസ്ഡ് ലേണിംഗ് കൊടുത്താൽ അവർ വർക്കിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ടു റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം ചെറുപ്പത്തിൽ നമ്മൾ ബേസ് 6 to 14 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ബേസ് എഡ്യൂക്കേഷൻ, നമ്മൾ പറയും അടിത്തറ ബിൽഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ അവർക്ക് വേണം, അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ കാര്യങ്ങൾ നോക്കി അവരുടെ രീതിയിൽ കൊടുക്കാം. പിന്നെ SSAന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഗ്യാരണ്ടി ആവണം. പിന്നെ ഓൾ ചിൽഡ്രൻ കംപ്ലീറ്റ് 5 years ഓഫ് പ്രൈമറി സ്കൂൾ ബൈ 2007 വരെ കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്തത് RMSA, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ. ഇതെന്ന് പറഞ്ഞത് ഇത് നമ്മൾ പറഞ്ഞു 1 to 8 വരെയുള്ള കുട്ടികൾക്കാണ് SSA എന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞത് 2009 ആരംഭിച്ചതാണ്. ഇതെന്ന് പറഞ്ഞാൽ 9 to 12 ക്ലാസ് വരെയുള്ള കുട്ടികൾ. മനസ്സിലായല്ലോ? നേരത്തെ SSA എന്ന് പറഞ്ഞാൽ 6 to 14 ഇയേഴ്സിൽ 1 to 8 ആണ്. രാഷ്ട്രീയ എന്ന് പറഞ്ഞാല് 9 to 12 വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് മെന്ററിങ് കൊടുക്കുക, അവരുടെ സ്ട്രെസ്, സിഗ്നിഫിക്കൻസ്, ആക്സസ്, എഡ്യൂക്കേഷൻ എല്ലാവർക്കും 9 to 12 വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. യൂണിഫോം കൊടുക്കുക, ബുക്സ് കൊടുക്കുക, ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 9 to 12 വരെയുള്ള കുട്ടികൾക്ക് വേണ്ട ഫെസിലിറ്റീസും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. SSA വന്നിട്ടുള്ള 2001 RMSA വന്നിട്ടുള്ളത് 2009 ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് RMSA എന്ന് പറഞ്ഞാൽ സ്കീം അച്ചീവ്മെന്റ് ഓഫ് റേഷ്യോ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ. സെക്കൻഡറി ലെവലിലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് കൊടുക്കുക. പിന്നെന്താണ്, അവർക്ക് ഇംപ്രൂവ് ചെയ്യുക, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊടുക്കുക. പിന്നെ അടുത്ത രാഷ്ട്രീയ ഉച്ചതകാർ ശിക്ഷ അഭിയാൻ. ഇതെന്ന് പറഞ്ഞത് കോളേജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷനും കാര്യങ്ങളും അവരുടെ ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ കോളേജിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഇപ്പൊ കുറെ സീറ്റ് വേക്കൻസീസ് ഒക്കെ ആണ്. ഇത്ര മാർക്കുള്ള കുട്ടികൾക്ക് സീറ്റ് വേക്കൻസി, അതുപോലെ തന്നെ പിന്നോക്കമുള്ള കുട്ടികൾക്ക് സീറ്റ് അഡ്മിഷൻ കിട്ടാൻ സുഖമാണ്. അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മെച്ചപ്പെടുത്തുക. ഇതാണ് അവർ ഏറ്റവും ഈ RUSAയിൽ വെച്ചിട്ട് അവർ കൊടുക്കുന്നത്. കോളേജിലുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്, അവരെ മെച്ചപ്പെടുത്തുക, അവിടുത്തെ കോളേജിലെ ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുക്കുക. അപ്പോ യൂണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യുന്ന 3 പ്രോഗ്രാംസ്. ഒന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ, 2 സെക്കൻഡറി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ കോളേജ് ലെവൽ. അപ്പൊ SSA എന്ന് പറഞ്ഞത് പ്രൈമറി ആണ്, RMSA എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ്, RUSA എന്ന് പറഞ്ഞാൽ എയിം കോളേജിൽ എയിം ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ 3ന്റെയും ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് SSAന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ടു പ്രൊവൈഡ് യൂസ്ഫുൾ എലമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ 6 to 12. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. 6 to 14 ഇയേഴ്സിലുള്ള എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക, ബ്രിഡ്ജ് കൊടുക്കുക. ടു ബ്രിഡ്ജ് സ്കൂൾ സോഷ്യൽ റിലീജിയൻ ജെൻഡർ ഗ്യാപ്സ് വിത്ത് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ദ മാനേജ്മെന്റ് ഓഫ് സ്കൂൾ. To allow children to learn about master their natural environment in order to
ഡെവലപ്പ് ദർ പൊട്ടൻഷ്യൽ ബോത്ത് സ്പിരിച്വൽ ആൻഡ് മെന്റലി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് പിന്നെയും കൊടുക്കുന്നത്. പിന്നെ ക്യാമ്പ് ഒക്കെ കൊടുക്കാം. All children in school education guarantees and alternate school back to school camp by 2003. 2003 back to school എന്നുള്ള ഒരു ക്യാമ്പ് ഇവരെ ഇത് കൊടുത്തു. ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞ. പിന്നെ all children to complete 5 years of primary school by 2007. പിന്നെ all children to complete elementary school by 2010. അങ്ങനെയാണ് ഒരു കൊടുത്തത്. 2007 വരെ എന്താണ് 5 years primary education കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 2010 വരെ എന്താവണം എലിമെന്ററി സ്കൂൾ കംപ്ലീറ്റ്. ഫോക്കസ് ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് ഫോർ ക്വാളിറ്റി. ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ബ്രിഡ്ജ് ആണ് ഒരു അല്ലെങ്കിൽ ഒരു ബേസ് ആണ്. അതാണ് SSAയിൽ ഒരു ഉദ്ദേശിക്കുന്ന ബേസിക് ആയിട്ടുള്ള. പിന്നെ യൂണിവേഴ്സൽ റിട്ടൻഷൻ ബൈ 2010 എന്താണ് യൂണിവേഴ്സൽ റിട്ടൻഷൻ ഉണ്ടാക്കി. അടുത്ത എന്താണ് RMSA ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഒന്നത് സ്കീം achieve cross a ratio of 75% from classes 9 to 10 within 5 years implementation. എന്ന് പറഞ്ഞാൽ 5 years 9 to 10 within 5 years അവർക്ക് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ. ടു റിമൂവ് ജെൻഡർ സോഷ്യോ എക്കണോമിക് ഡിസേബിലിറ്റി ബാരിയേഴ്സ്. ജെൻഡറിന്റെയും സോഷ്യോ എക്കണോമിക്കിന്റെ ഒക്കെ ഡിസേബിലിറ്റീസ് എന്ത് ചെയ്യാം റിമൂവ് ചെയ്യാം. ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സെക്കൻഡറി ലെവൽ. ഞാൻ പറഞ്ഞു സെക്കൻഡറി ലെവലിലുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാം ഇംപ്രൂവ് ചെയ്യാം. പിന്നെ ഇവിടെ ഈ RMSA തമിഴ്നാട് മോഡൽ ഉണ്ട്. തമിഴ്നാട് മോഡൽ എന്താ A society was set in Tamil Nadu for operating RMSA program. The society focus on upgradation of middle school to high school. എന്താണ് തമിഴ്നാട് മോഡലിൽ എന്താണ് അപ്ഗ്രഡേഷൻ ആണ്. ഒരു മിഡിൽ സ്കൂളിൽ നിന്ന് ഹൈ സ്കൂളിലേക്ക് കൊടുക്കുന്ന അപ്ഗ്രഡേഷൻ ടു പ്രൊവൈഡ് യൂസ്ഫുൾ ആക്സസ് ആൻഡ് ക്വാളിറ്റി സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു SSA എന്ന് പറഞ്ഞത് പ്രൈമറി, RMSA എന്ന് പറയുമ്പോൾ സെക്കൻഡറി. അപ്പം നമ്മൾ ഒരു അപ്ഗ്രേഡേഷൻ കൊടുക്കുകയാണ് ഹൈസ്കൂളിലേക്ക്. അവർ അപ്ഗ്രേഡേഷൻ അവരുടെ സ്റ്റഡീസിന്റെയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ അപ്പാർട്ട് ഫ്രം 2 other major programs namely provide for model school and girls hostel in education backward being born. ഇനി ഓക്കെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. പിന്നെ ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ ബൈ 2017 ബൈ ദ എൻഡ് ഓഫ് 12th 5-year പ്ലാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക കൊടുക്കുക. പിന്നെ ഇവിടെ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫേസ് ചെയ്ത കുറച്ച് ചാലഞ്ചസ്. ലാക്ക് ഓഫ് അവയർനെസ് എമംഗ് പാരന്റ്സ് അബൌട്ട് ദ ഇമ്പോർട്ടന്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഗേൾസ് എഡ്യൂക്കേഷൻ. ഗേൾസിന്റെ എഡ്യൂക്കേഷനിൽ എന്താ അവയർനെസ് കൊടുത്തില്ല. പെൺകുട്ടികൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും എന്താണ് ഇമ്പോർട്ടന്റ് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. അവർക്ക് പാരന്റ്സിന് അറിയില്ല അത് എത്രത്തോളം എന്താണ്. അതാണ് എന്താ അവർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ. ഇപ്പൊ ചിലർ കണ്ടിട്ടില്ലേ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി ലെവലിലേക്ക് പോടില്ല. പക്ഷെ ഇപ്പൊ ഒക്കെ നമ്മുടെ ഏരിയയിലൊക്കെ എല്ലാവർക്കും അതിനെപ്പറ്റി അറിഞ്ഞ എല്ലാവരും കുട്ടികൾ സ്കൂളിലൊക്കെ കൊടുക്കും. പക്ഷെ കുറച്ച് മുന്നത്തെ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രം കൊണ്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് RMSA പ്രോഗ്രാം അവർ കൊണ്ടുവന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതും അച്ചീവ് ചെയ്യണം, അതും കൊടുക്കണം. പിന്നെ ചൈൽഡ് മാരേജ് വാസ് കോട്ടഡ് ആസ് എ റീസൺ. പിന്നെന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൈൽഡ് മാരേജ് അല്ലെ, പെൺകുട്ടികളൊക്കെ ഒരു ടൈമിൽ വേഗം കെട്ടിച്ചു വിടും. ഇതൊക്കെയായിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ അവർ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ദേ ഡെവലപ്പ് ഹോം സിക്നെസ് ഫാമിലീസ് ദംസെൽസ് റിട്ടേൺ ലെറ്റ് ദം ഗോ. പിന്നെ ചിലവര് പറഞ്ഞിട്ട് ഹോം സിക്നെസ്, ചില കുട്ടികൾ വീട്ടിലിരുന്നിട്ട് പിന്നെ സ്കൂളിൽ പോകാൻ മടി കാര്യങ്ങള് ഇതൊക്കെ. പിന്നെ ലാക്ക് ഓഫ് മണി ഫോർ ബസ് ഫെയർ. ഇപ്പോ സ്കൂളൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ബസ് കൊടുക്കാനുള്ള ബസ് ഫെയർ കൊടുക്കാനുള്ള പൈസ ഇല്ല. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ എന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ അവർ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ RSA അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു എൻഷുർ ദ അപ്രിയേഷൻ അക്കാഡമിക് എക്സാമിനേഷൻ സിസ്റ്റം. തികച്ചും വ്യത്യാസമാണ്. കോളേജിലല്ലേ നമ്മൾ ഫസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പിന്നെ കോളേജിലേക്ക് വരുമ്പോൾ അവിടുത്തെ തികച്ചും അറ്റ്മോസ്ഫിയർ വേറൊരു രീതിയിലാണ് അല്ലെ. അവിടുത്തെ എക്സാം സിസ്റ്റം ആയാലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ള 8th June 2013 8th ജൂണിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇംപ്ലിമെന്റ് ബൈ MHRD as a centrally sponsored scheme with matching contribution from the state government and union too. Okay. പിന്നെ ഇതിന്റെ കോമ്പണൻസ് എന്ന് പറഞ്ഞതിൽ ന്യൂ യൂണിവേഴ്സിറ്റി അപ്ഗ്രേഡ് എക്സിസ്റ്റിംഗ് ഓട്ടോണമസ് കോളേജ് യൂണിവേഴ്സിറ്റി അറിയാലേ. ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കുറെ യൂണിവേഴ്സിറ്റി, അതുപോലെ കുറെ ഓട്ടോണമസ് കോളേജസ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിലുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RSA എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നുമില്ല, യൂണിവേഴ്സേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷനിൽ കൊടുക്കേണ്ട 3 പ്രോഗ്രാംസ് ആണ് അല്ലെ. അച്ചീവ് ചെയ്യുന്ന 3 പ്രോഗ്രാം SSA, RMSA, RSA. SSA എന്ന് പറഞ്ഞത് പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. RMSA എന്ന് പറയുന്നത് സെക്കൻഡറി, RSA എന്ന് പറയുമ്പോൾ എന്താണ് കോളേജ് ലെവലിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.